വെൽക്കം ബാക്ക് ടു ഷാനാനസ് വ്ലോഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഞാനും അൽഹംദുലില്ലാഹ് സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മീഷോ ഹോളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സുകളാണ് ഇന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്ക് ക്യാഷ്വലായിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡ്രസ്സുകൾ എല്ലാം തന്നെ എനിക്ക് തോന്നുന്നു 300 സംതിങ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത്. എല്ലാം ഭയങ്കര എഫോർഡബിൾ ആയിട്ടുള്ള ഭയങ്കര വർത്ത് ആയിട്ടുള്ള ഡ്രസ്സുകളാണ് ഇന്ന് കാണിച്ചു തരുന്നത്. നല്ല അടിപൊളി ഗൗണൊക്കെ വരുന്നുണ്ട്. ജസ്റ്റ് 360 റുപ്പീസിനൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗൗണുകളൊക്കെ കാണിച്ചു തരുന്നുണ്ട്. സോ ഇതെന്തായാലും നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. സോ നമുക്ക് വീഡിയോയിലേക്ക് ഓക്കെ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ ഓരോ ഡ്രസ്സായിട്ട് കാണിച്ചു തരാം. സോ ഫസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു ഡ്രസ്സാണ്. നമുക്ക് കാഷ്വലായിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ മെറ്റീരിയലിൽ വന്നിട്ടുള്ള നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഈ ഒരു ഡ്രസ്സാണ്. നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത്. സോ ഇതൊരു നീ ലെങ്ത്തിൽ വരുന്ന ഒരു ഡ്രസ്സാണ്. ഇതിൻ്റെ നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കാണ്. സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവ് ആണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ കുറച്ച് പ്ലേറ്റഡ് ഒക്കെ ആയിട്ട് വന്നിട്ട് നല്ലൊരു ബലൂൺ സ്ലീവ് പോലെയാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ല സുഖമുണ്ട്. ഇട്ടിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇത് കുറച്ചുകൂടി ഇങ്ങനെ ഫ്ലെയർഡ് ആയിട്ട് വരുന്ന നമുക്കൊരു ഫ്രോക്ക് പോലെ ഇട്ടിട്ട് സൈഡിലുള്ള ക്ലിപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ ലെങ്ത്തും എല്ലാ ഒരു ഐഡിയയും കിട്ടും. എൻ്റെ ഹൈറ്റ് പറയാം 158 ആണ്. സോ നിങ്ങൾ ആ ഹൈറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡ്രസ്സ്. ജസ്റ്റ് ഒരു ക്ലോസർ ഷോട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഡ്രസ്സ്. നല്ല ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ ആരും പേടിക്കണം, നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. സോ ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് XL ആണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 390 റുപ്പീസ്, 300 സംതിങ് ആണ്. എന്തായാലും 400 താഴെയാണ് പ്രൈസ് വന്നിട്ടുള്ളത്. ഭയങ്കര വർത്തായിട്ട് തോന്നുന്ന ഒരു ഡ്രസ്സാണ്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഡ്രസ്സ്. അപ്പോൾ അടുത്തത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഡ്രസ്സ് കാണിച്ചു തരാം. ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഡ്രസ്സിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് കേട്ടോ. സോ അതാവുമ്പോൾ എനിക്ക് കറക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ വാങ്ങിയിട്ടുള്ള പ്രൈസ് എന്തായാലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചിലപ്പം അതിൽ കുറവായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു മാറ്റം വരാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും കുറയാനുള്ള ചാൻസ് ആണ്, കൂടുതലും കുറഞ്ഞിട്ടൊക്കെയാണ് കാണാറ്. ഓക്കെ, അപ്പം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ലിങ്ക് താഴെ എല്ലാത്തിൻ്റെയും ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു ഗൗണാണ് കാണിച്ചു തരുന്നത്. ഈ ഒരു ഗൗണാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ജസ്റ്റ് 360 റുപ്പീസിന്. യെസ്, 360 റുപ്പീസിന് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഈ ഒരു ഗൗണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗൗണാണ്. നല്ല ഭംഗിയുണ്ട് ഇട്ട് കഴിഞ്ഞിട്ട്. നല്ല പ്രിന്റിലൊക്കെ വന്നിട്ടുള്ള ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ഒരു ഷിഫോൺ പ്ലസ് ഒരു ജോർജറ്റ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ വേറെയും കളേഴ്സ് അവൈലബിൾ ആണ്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഫീഡിങ് ഫ്രണ്ട്ലി ആണ്. നമുക്ക് ബട്ടൺസ് ഒക്കെ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഫീഡിങ് ഫ്രണ്ട്ലി ആണ്. സോ നെക്ക് വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ക് കിട്ടും. നല്ല ഭംഗിയുണ്ട് കാണാൻ വന്നിട്ട്. നെക്ക് ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ സ്ലീവിന് വിത്തൗട്ട് ലൈനിങ് ആണ്. പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു ഇന്നർ ഇട്ട് കൊടുത്താൽ കവർ ചെയ്യാവുന്നതേ ഉള്ളൂ. വലുതായിട്ട് അറിയുന്നുമില്ല. ഓക്കെ, എൻ്റെ എലാസ്റ്റിക് വരുന്നത് ബലൂൺ സ്ലീവാണ് വരുന്നത്. ഫുൾ സ്ലീവ് ആണ്. പിന്നെ ഇട്ടിട്ടുള്ള ക്ലിപ്പ് കാണുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും. പിന്നെ ഇവിടെയും ഒരു എലാസ്റ്റിക് വരുന്നുണ്ട്. അത്യാവശ്യം ലെങ്ത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് XL ആണ്. XL എനിക്ക് കറക്റ്റ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. സോ നിങ്ങളെ നോർമൽ സൈസ് എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഫിറ്റിൽ വന്നോളും. ജസ്റ്റ് ഒരു ക്ലോസർ ഷോട്ട് കാണിച്ചു തരാം. 360 റുപ്പീസിനാണ് ഈ ഒരു ഗൗണ്. സോ ഭയങ്കര വർത്തായിട്ട് തോന്നുന്നു ഈ ഒരു ഗൗണ്. ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ബെൽറ്റ് കൂടി വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ഈ ഒരു ബെൽറ്റ് വരുന്നത്. സോ ഞാൻ ബെൽറ്റ് ഇട്ടിട്ടല്ല സ്റ്റൈൽ ചെയ്ത് കാണിച്ചിട്ടുള്ളത്. ഞാൻ പൊതുവേ ഇങ്ങനത്തെ ഒന്നും ബെൽറ്റ് ഇടാറില്ല. സോ എനിക്കതൊരു അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവില്ല. എനിക്കിടുമ്പോൾ അങ്ങനെ ഒരു അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് വിത്തൗട്ട് ബെൽറ്റിൽ ഞാൻ ഡ്രസ്സ് സ്റ്റൈൽ ചെയ്ത് കാണിച്ചു തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ബെൽറ്റ് ഇട്ടിട്ട് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇതൊക്കെ ബെൽറ്റ് ഇട്ടാലും വലിയ ബോറൊന്നും വരില്ല. അത്യാവശ്യം ചിലത് നമ്മൾ കാണില്ല. ഒരു ക്ലോത്തിൻ്റെ തന്നെ മെറ്റീരിയലിൽ ബെൽറ്റൊക്കെ വരുമ്പോൾ അത് നമ്മൾ ഇടുന്ന സമയത്ത് വലിയ ബോറായിട്ട് തോന്നും. പക്ഷേ ഇതൊന്നും അങ്ങനെയല്ല. നിങ്ങൾക്ക് ഇട്ടിട്ട് അങ്ങനെയും സ്റ്റൈൽ ചെയ്യാം. ഓക്കെ, നിങ്ങളൊരു കംഫർട്ടബിൾ അനുസരിച്ച് ചെയ്യാവുന്നതാണ്. സോ ഇത് ഭയങ്കര വർത്തായിട്ട് തോന്നും. ബെൽറ്റൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഫീഡിങ് ഫ്രണ്ട്ലി ആണ്. എല്ലാം കൊണ്ടും ഭയങ്കര വർത്തായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. സോ പ്രൈസ് പറഞ്ഞു, സൈസ് പറഞ്ഞു, എല്ലാം പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരുന്നത് ഈ ഒരു ടോപ്പാണ്. ഇത് ഒരു കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന നീ ലെങ്ത്തിൽ വരുന്ന നമുക്ക് കാഷ്വലായിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ടോപ്പാണ് അടുത്തത് കാണിച്ചു തരുന്നത്. ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവ് ആണ്. നോർമൽ 3/4 സ്ലീവിലാണ് വരുന്നത്. നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കാണ്. റൗണ്ട് അല്ല, വി നെക്കാണ്. ബാക്കിലാണ് റൗണ്ട് നെക്ക്. എന്നിട്ട് ഇങ്ങനെ ഒരു റോപ്പ് വരുന്നുണ്ട്. ഈ റോപ്പ് ബാക്കിലേക്കാണ് കേട്ടോ. ഓക്കെ, ഇങ്ങനെ ഒരു ആലിയ കട്ട് പോലെ രീതിയിലാണ് ഫ്രണ്ട് വന്നിട്ടുള്ളത്. ആ ഒരു പ്ലീറ്റഡ് ഒക്കെ ആയിട്ടേന്ന് ഇങ്ങനെ കോണായിട്ട് പ്ലീറ്റഡ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ,
ഇതാണ്. അപ്പോൾ ഇത് ഞാൻ വാങ്ങാനുള്ള റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മുന്നേ ഞാൻ മീഷോ വീഡിയോ ചെയ്യുന്ന എവിടെ ഉണ്ടായിരുന്നല്ലോ, യെസ്, ഈ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവരാണെങ്കിൽ അറിയാം. കുറേ മുന്നത്തെ വീഡിയോസിലും അതിനുശേഷം ഒക്കെ ഞാൻ ആഫ്റ്റർ വാഷ് റിവ്യൂ ഒക്കെ പറഞ്ഞിട്ടുള്ള ഈ ഒരു ടോപ്പ്, ഇതേപോലെ വേറൊരു ടോപ്പും കൂടി ഉണ്ടായിരുന്നു. യെസ്, ഈ ഒരു 2 ടോപ്പ് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ്. എത്രയോ വാഷ് ചെയ്ത് യൂസ് ചെയ്തു. ഭയങ്കര വൂത്തായിട്ട് തോന്നിയിട്ടുള്ള ഒരു 2 ഡ്രസ്സാണ്. സോ ഇതിൻ്റെ പോലെ തോന്നി എനിക്കിത് കണ്ടപ്പോൾ. അങ്ങനെയാണ് ഞാൻ ഇതും ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത്. സോ ഇതും നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ആ ഒരു മെറ്റീരിയൽ ക്വാളിറ്റി ആണെങ്കിലും എല്ലാം ഭയങ്കര രസം തോന്നി. സോ നിങ്ങൾക്ക് കോളേജ് ഗോയിങ് ഗേൾസ് ആണെങ്കിലും അല്ലാതെ ഒക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള, കാഷ്വലായിട്ടൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ടോപ്പാണ്. സോ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ സൈസ് വന്നിട്ട് ലെങ്ത്ത് കാര്യങ്ങളൊക്കെ ഇട്ട് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാവും. സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് എക്സൽ ആണ്. സോ നിങ്ങൾ നോർമൽ സൈസ് എടുത്താൽ മതി, അത് നിങ്ങൾക്ക് കറക്റ്റ് ഫിറ്റിലാണ് വരാം. സോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ജസ്റ്റ് 285 റുപ്പീസേ ഈ ഒരു ഡ്രസ്സിന് വരുന്നുള്ളൂ. ആ ഒരു പ്രൈസിന് എന്തുകൊണ്ടും വർത്തായിട്ട് തോന്നുന്നു ഈ ഒരു ഡ്രസ്സ്. സോ ഞാൻ നേരത്തെ കാണിച്ചാൽ അതിനൊക്കെ 300 സംതിങ് വരുന്നുണ്ട്. ബട്ട് ഇതിന് 285 റുപ്പീസേ വരുന്നുള്ളൂ. ഭയങ്കര വർത്തായിട്ട് തോന്നുന്നു. ആ ഒരു പ്രൈസിന് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ. ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്, ഒരു 3-4 ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. സോ തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതൊരു ഷോർട്ട് കുർത്തിയാണ്. ഒരു കോട്ടൺ മെറ്റീരിയലിൽ വന്നിട്ടുള്ള ഒരു ഷോർട്ട് കുർത്തിയാണ്. പക്ഷേ ഇതിൻ്റെ പ്രിൻ്റ് ആണെങ്കിലും ഇതിൻ്റെ ഷെയ്ഡ് ആണെങ്കിലും ഒക്കെ ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്. സൈഡിലുള്ള ക്ലിപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴും ഭയങ്കര ഇഷ്ടമായി. നമുക്ക് കാഷ്വലായിട്ടൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പ് കേട്ടോ. സോ ലെങ്ത്ത് കുറച്ച് കുറവാണ്. അപ്പോൾ ഷോർട്ട് ഇടാൻ കുഴപ്പമില്ലാത്തവർക്ക് ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. സോ ഞാൻ ഇതിനൊരു ബാഗി ഫിറ്റിൽ വരുന്ന ജീനാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് വലിയ ബോർ തോന്നില്ല കേട്ടോ. ഷോർട്ടായിട്ട് ഇടുന്ന സമയത്തും ലൂസ് ഫിറ്റ് ആകുമ്പോൾ എനിക്കത് വലിയ കുഴപ്പമില്ലാതെ തോന്നും. അപ്പോൾ അങ്ങനെ കുഴപ്പമില്ലാത്തവർക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 250 റുപ്പീസാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ആ ഒരു പ്രൈസിന് ഭയങ്കര വർത്തായിട്ട് തോന്നുന്നു. അത്യാവശ്യം നല്ല ഗുഡ് മെറ്റീരിയലാണ് വരുന്നത്. നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം. സോ ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് എക്സൽ ആണ്. സോ നിങ്ങൾ നോർമൽ സൈസ് എടുത്താൽ മതി, നിങ്ങൾക്ക് കറക്റ്റ് ഫിറ്റിൽ വന്നോളും. സോ ഇത് ജസ്റ്റ് 250 റുപ്പീസിന് എന്തുകൊണ്ടും വർത്തായിട്ട് തോന്നുന്നു. തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു വൈറ്റ് ഗൗണാണ്. വൈറ്റ് ഗൗണ് നമ്മളെ വാർഡ്രോബിൽ മസ്റ്റ് ഹാവ് ആയിട്ട് ഉണ്ടായിരിക്കേണ്ടതാണ് അല്ലേ. യെസ്, ഒരു വൈറ്റ് ഷർട്ട്, വൈറ്റ് ഗൗണ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. നമുക്ക് ഒരുപാട് ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഗൗൺസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ ഈ ഒരു ഗൗണ് ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞുതരാം. ഗൗണ് യെസ് 379 റുപ്പീസിനാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. യെസ്, 379 റുപ്പീസിനാണ് ഈ ഒരു ഗൗണ് വാങ്ങിച്ചിട്ടുള്ളത്. സോ ആ ഒരു പ്രൈസ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എഫോർഡബിൾ ആണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. സോ ട്രൈ ചെയ്ത് നോക്കി എനിക്ക് ഭയങ്കര വർത്തായിട്ട് തോന്നുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഞാനിവിടെ കാണിക്കുന്നതിൽ മിക്കതിൻ്റെയും ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ എനിക്ക് ഇഷ്ടമുള്ളതാണ് ഞാൻ നോക്കിയിട്ട് എടുത്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് നിങ്ങളുടെ കയ്യിൽ ഡ്രസ്സ് അനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാവുന്നതാണ്. സോ ഇതും ഫീഡിങ് ഫ്രണ്ട്ലി ആണ്. അതെനിക്ക് മെയിനായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇതും ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് ഇത്താ കൂടുതൽ കാണിക്കുമെന്ന്. സോ ഇതും ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഗൗണാണ്. സോ ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് എക്സൽ ആയിരിക്കും കേട്ടോ. എക്സലോ എക്സൽ ആയിരിക്കും ഞാൻ സൈസ് എടുത്തിട്ടുള്ളത്. സൈസ് ഇതിൽ കാണുന്നില്ല. ഓക്കെ, ഇത് വന്നിട്ട് ഫീഡിങ് ഫ്രണ്ട്ലി ആണ്. നമുക്ക് ബട്ടൺസ് ഒക്കെ ഓപ്പൺ ചെയ്യാം. സ്ലീവ് വന്നിട്ട് ഞാൻ നേരത്തെ കാണിച്ചതിൻ്റെ പോലെ തന്നെ ബലൂൺ സ്ലീവ്സ് ആണ്, വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത്. ഒരു വൈറ്റ് ഇന്നർ ഇട്ടെടുത്താൽ മതി. ലെങ്ത്ത് കാര്യങ്ങളൊക്കെ സൈഡിലുള്ള ക്ലിപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇതിനൊരു ബാഗി ഫിറ്റിൽ വരുന്ന ഒരു ഡെനിം ജീൻസ് കൊടുത്തിട്ടുണ്ട്. സോ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ആ ഒരു ടോട്ടൽ ലുക്ക് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഒരു ഗ്രീൻ ഷോൾ, ഒരു മോസ് ഗ്രീൻ ഷോളും ആണ് കൊടുത്തിട്ടുള്ളത്. സോ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ആ ഒരു ടോട്ടൽ ലുക്ക് ഇഷ്ടമായി. ഞാൻ ഒരു രീതിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് സൈഡിൽ നിങ്ങൾ ക്ലിപ്പ് കാണുന്നുണ്ടാവും. ഓക്കെ, സോ ഇതാണ് നമ്മളെ നെക്സ്റ്റ് ഗൗണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ഗൗണാണ്. സോ 379 റുപ്പീസിന് എന്തുകൊണ്ടും പോർത്താണ്. സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു ഡ്രസ്സാണ്. ഇതും ഫീഡിങ് ഫ്രണ്ട്ലി ആണ്. ഇന്ന് കാണിക്കുന്നതിൽ കൂടുതലും ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സുകളാണെന്ന് തോന്നുന്നു വരുന്നത്. സോ ഇതും ഫീഡിങ് ഫ്രണ്ട്ലി ആണ്. ഇത് ഫുൾ നമുക്ക് ബട്ടൺസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. എല്ലാ ബട്ടൺസും നമുക്ക് ഓപ്പൺ ചെയ്യാം. സോ ഇത് ഞാൻ പിക്ചറിൽ കണ്ടപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ലായിരുന്നു. പക്ഷേ ഈ നേരിട്ട് കണ്ടപ്പോഴും വലിയ ഇഷ്ടമായിട്ടില്ലായിരുന്നു. പക്ഷേ ഇത് ഇട്ട് സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടമായി. നിങ്ങൾക്കും സൈഡിലുള്ള ക്ലിപ്പ് കാണുമ്പോൾ അത് തോന്നുന്നുണ്ടാവും. കയ്യിൽ എൻ്റെത് കാണുന്നതും സൈഡിലുള്ള ക്ലിപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. കാരണം എനിക്കിത് ഇഷ്ടമായി.
ഇതിട്ട് കഴിഞ്ഞപ്പോൾ ഒരു പഫ് സ്ലീവിലൊക്കെയാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ സ്ലീവൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ഉണ്ട് കേട്ടോ. സോ ഇതിന്റെ പ്രൈസും വന്നിട്ട് 399 ആണ്. ആ ഒരു 400 ഇതും വന്നിട്ടുള്ളത്. ആ ഒരു പ്രൈസിന് എന്തുകൊണ്ട് വർത്ത് ആയിട്ട് തോന്നുന്നു. സോ ഇതിന്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത്, ഇതിന്റെ സൈസും ഇല്ല കേട്ടോ, ഇവിടെ കൊടുത്തിട്ടില്ല ഇതിന്റെ സൈസ്. സോ ഞാൻ നേരത്തെ സൈസും പറഞ്ഞില്ല അല്ലേ, ഇതിന്റെ സൈസും XL ആയിരിക്കും ഞാൻ എടുത്തത്. XL ഓർ XXL. ഞാൻ ഷർട്ട് ഡ്രസ്സ് കൂടുതലും ഷർട്ടല്ലേ ഫുൾ ബട്ടൺസ് വരുന്നതിനോണ്ട് തന്നെ ഞാൻ ചിലപ്പോൾ XXL എടുക്കാനുള്ള ചാൻസ് ഉണ്ടാവും. സോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞുതരാം, അതാവുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുള്ള സൈസ് വന്നിട്ട് ഫ്രീ സൈസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്കത് എൻ്റെ നോർമൽ സൈസ് XL ആണ്, എനിക്കത് കറക്റ്റ് ഫിറ്റിലാണ് വരുന്നത്. സോ നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക. XL വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത്, പിന്നെ ഫ്രീ സൈസും ആണ് വരുന്നത്. സോ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളെ ഒരു സൈസിനനുസരിച്ച് എടുക്കുക. ഫ്രീ സൈസ് എനിക്ക് കറക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്, എൻ്റെ നോർമൽ സൈസ് XL ആണ്. സോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 399 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. സോ അത് 387 അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവുന്നുണ്ട്, 388 ഒക്കെ ആവുന്നുണ്ട്. സോ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വാങ്ങിക്കുക. സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു. സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരുന്നത് ഈ ഒരു പിങ്കിൽ വന്നിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ഷെയ്ഡിൽ വന്നിട്ടുള്ള ഗൗൺ ആണ്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. സോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് വെറും 335 റുപ്പീസിനാണ് ഞാൻ ഈ ഒരു ഗൗൺ വാങ്ങിച്ചിട്ടുള്ളത്. ആ ഒരു പ്രൈസിന് എന്തുകൊണ്ടും വർത്ത് ആയിട്ട് തോന്നുന്നു, കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് റയോൺ മെറ്റീരിയലാണ് വരുന്നത്, പക്ഷേ റയോൺ തന്നെ അത്യാവശ്യം നല്ല കട്ടിയുള്ള, കുറച്ച് അത്യാവശ്യം തിക്കായിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള റയോൺ ആയിട്ടാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് ഇട്ട് കഴിഞ്ഞിട്ട്. സോ സ്റ്റൈൽ ചെയ്തിട്ടുള്ള വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇതിൻ്റെ സ്ലീവ് ഒക്കെ വന്നിട്ട് നോർമൽ 3/4 സ്ലീവിലാണ് വരുന്നത്. നെക്ക് വന്നിട്ട് ഇതേപോലെയാണ് നെക്ക് വരുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു ഇത് വരുന്നുണ്ട്. ഇത് ഞാനിങ്ങനെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് സ്റ്റൈൽ. ഇത് പുറത്തേക്ക് ഇടുമ്പോൾ എനിക്കെന്തോ ബോറ് പോലെ തോന്നുക. ഇത് ഉള്ളിലേക്ക് ഇട്ടു ആ ഒരു വൈറ്റ് ഭാഗം. പിന്നെ നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഗൗണ്. നല്ല ഒരു ഫിറ്റിംഗ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. 335 റുപ്പീസിന് എന്തുകൊണ്ടും വർത്തായിട്ട് തോന്നുന്നു. സോ ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് XXL ആണ്. XXL എനിക്ക് കറക്റ്റ് ഫിറ്റിലാണ് വരുന്നത്. സോ നിങ്ങൾ ഒരു സൈസ്, നിങ്ങളെ നോർമൽ സൈസിൽ നിന്നും ഒരു സൈസ് കൂട്ടിയിട്ട് എടുക്കുക, അപ്പോഴാണ് കറക്റ്റ് ഫിറ്റ് വരാം. ഓക്കെ, ഇതിൻ്റെ ഒരു ക്ലോസ് ഷോട്ട് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഗൗണ്. സോ ഭയങ്കര വർത്തായിട്ട് തോന്നുന്നു. 335 റുപ്പീസിന് അടിപൊളി. സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്തത് കാണിച്ചു തരുന്നത് ഈ ഒരു ഡ്രസ്സാണ്. ഇതൊരു ബോഡിക്കോൺ ഫിറ്റിൽ വരുന്ന ഒരു വെസ്റ്റേൺ കൈൻഡ് ഓഫ് ഒരു ഡ്രസ്സാണ്. ഇപ്പോൾ ഒരുപാട് ഗേൾസ് ഇത് ഇടുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഫിറ്റിംഗ് എനിക്ക് മീഷോന്നൊന്ന് കണ്ടപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഏകദേശം ഒരു 320 എങ്ങനെ ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ. ഭയങ്കര അഫോർഡബിൾ ആയിട്ട് തോന്നി. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ ഇതിൻ്റെ ഫിറ്റിംഗ് എനിക്ക് ഓക്കെ അല്ല, ചിലപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും. എൻ്റെ നോർമൽ സൈസ് XL ആണ്, ഞാൻ XXL എടുത്തു. പക്ഷേ എനിക്കെന്തോ ആ ഒരു ഫിറ്റിംഗ് ഇഷ്ടമായില്ല. എനിക്കിതിൻ്റെ ഫിറ്റിംഗ് ഭയങ്കര ബോഡി ഹഗ് ചെയ്ത് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇത് വേറെ ചെയ്ത് കാണിക്കാത്തത്. സോ നിങ്ങൾക്കത് കംഫർട്ടബിൾ ആണ്, ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം നല്ല വർത്തായിട്ട് തോന്നുന്നു. ആ ഒരു 320ക്ക് വർത്തായിട്ട് തോന്നുന്നു. പക്ഷെ എനിക്ക് ഇതിൻ്റെ ഒരു ഫിറ്റിങ്ങും കാര്യങ്ങൾ കൊണ്ടാണ്. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ സ്റ്റൈൽ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഓക്കെ. എനിക്കിത് അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നത് കൊണ്ട് ഞാൻ സൈഡിൽ ക്ലിപ്പ് ആഡ് ചെയ്യുന്നില്ല. ഇതിൻ്റെ ഇനിയും സൈസ് കൂടുതലുണ്ടെങ്കിൽ XXL ഉണ്ടെങ്കിൽ എനിക്ക് ഓക്കെ ആവുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, XXL ഇല്ല, XXL വരെ സൈസസ് ഉള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് XXL എനിക്ക് ഓക്കെ അല്ല. ഒരു സൈസ് കൂട്ടിയെടുത്തു ഓക്കെ അല്ല. പക്ഷേ എനിക്ക് XXL ഉണ്ടെങ്കിൽ ഓക്കെ ആയിരുന്നേനെ. സോ ഇതാണ് ഡ്രസ്സ്. സോ ഇതിൻ്റെ സൈഡിലുള്ള ഇതിൻ്റെ നോർമൽ പിക്ചർ ഞാൻ സൈഡിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഞാൻ ഇട്ട് കാണിക്കാത്തത് കൊണ്ട് ഇതിൻ്റെ ഇവിടെ സൈഡിൽ ഒരു കട്ടിംഗ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ നോർമൽ ആ ഒരു ബോഡിക്കോൺ ഡ്രസ്സിൻ്റെ ഇതുള്ള പോലെ തന്നെ. പിന്നെ ഹൈ നെക്കാണ്, സ്ലീവ് ഫുൾ സ്ലീവ് ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത്. ഒരു ലൈക്ര മെറ്റീരിയലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്തത്. സൈസ് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ പ്രൈസ് 320 റുപ്പീസാണ് വരുന്നത്. സോ എന്തുകൊണ്ട് ആ പ്രൈസിന് എനിക്ക് വർത്തായിട്ട് തോന്നുന്നു. നിങ്ങൾക്ക് പറ്റുന്നവർക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, സോ ഇതാണ് നമ്മളെ അടുത്ത ഡ്രസ്സ്. ഇത്രയാണ് നമ്മൾ കാണിച്ചു തന്നിട്ടുള്ളത്. അത്യാവശ്യം കുറച്ച് ഡ്രസ്സുകൾ ഇന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. കാഷ്വലായിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളതും അഫോർഡബിൾ ആയിട്ട് വരുന്ന എല്ലാം തന്നെ 300 സംതിങ്ങിൽ വരുന്ന ഡ്രസ്സാണ്. അണ്ടർ 399 അല്ല, അണ്ടർ 400 വരുന്ന ഡ്രസ്സുകളാണ് നമ്മളിന്ന് കാണിച്ചു തന്നിട്ടുള്ളത്. സോ എല്ലാം തന്നെ എനിക്ക് ഭയങ്കര വർത്തായിട്ട് തോന്നിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. സ്റ്റോക്ക് ഔട്ട് ആവുന്നതിന് മുന്നേ വാങ്ങാൻ പറ്റുമോ നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ. ബൈ.